ജാൻമണി ദാസ്, ജാൻമ, ഞാൻ ജാൻമ എന്നാണ് വിളിക്കാറ്. ഞാൻ ഇനി അങ്ങനെ തന്നെ വിളിക്കുകയുള്ളൂ. ഇനി അതിൻ്റെ പേരിൽ സംഘികൾക്കും ബി ജെ പിയിലുള്ള ബാക്കിയുള്ളവർക്കൊന്നും ഗുരുപൊട്ടി ഇങ്ങോട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല. ബിഗ് ബോസ് സീസണിൽ ഞാൻ എൻ്റർ ആയ സമയത്ത് ഈ പറഞ്ഞ രീതിയിൽ എനിക്കും പുറത്തുനിന്ന് അവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ കണ്ട സമയത്ത് ഒരു ദേഷ്യം അല്ലെങ്കിൽ അവരുടെ ഇതെന്താ ഇങ്ങനെ എന്നുള്ള തോന്നലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനകത്ത് കയറി അവരോട് കാര്യങ്ങൾ സംസാരിച്ച് അവരെങ്ങനെയാണെന്ന് മനസ്സിലായതിനു ശേഷം അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ അവർ ജാൻമാന്നേ വിളിച്ചിട്ടുള്ളൂ. അത് ഞാൻ ഇനി അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ പല സ്ഥലങ്ങളിലും ഞാൻ ജാൻമാന്ന് ഉപയോഗിക്കും. ഞാൻ അതുകൊണ്ട് നീ വെളുപ്പിക്കാൻ ഇറങ്ങിയില്ലേ, നീ അങ്ങനെ ചെയ്തില്ലേ എന്നൊന്നും പറയണ്ട. അവർ ചെയ്ത തെറ്റുകൾ വളരെ കൃത്യമായിട്ട് തെറ്റാണ് തന്നെ പറഞ്ഞിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. ഓക്കെ, ജാൻമണി ദാസ്, ജാൻമ കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി എന്ന് പറഞ്ഞ നമ്മുടെ പ്രൈം മിനിസ്റ്ററിൻ്റെ ഈ അച്ഛൻ്റെയും അമ്മേൻ്റെയും കാര്യം പറഞ്ഞത് വളരെ റോങ് ആണ്. റോങ് ഇൻ ദ സെൻസ്, അതൊരിക്കലും ഒരു ഫാക്ട് ചെക്ക് ചെയ്യാതെ ഈ വാട്സാപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പൊളിറ്റിക്കൽ ഡിബേറ്റ് ഫൈറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. ഡിബേറ്റ് ഫൈറ്റൊന്നുമല്ല, ചളിവാരി എറിയുന്ന ഫൈറ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന വെറും ക്യാപ്സ്യൂൾ സാധനമാണ് എന്ത് ഈ ഡേറ്റിലുള്ള വ്യത്യാസം. നരേന്ദ്രമോദി എന്ന് പറഞ്ഞ വ്യക്തിയുടെ അച്ഛൻ 1947 മരിച്ചു എന്ന് ഒരു ഒട്ടും ഫാക്റ്റ് അല്ലാത്ത രീതിയിലുള്ള ഫേക്ക് ആയിട്ടുള്ള ഒരു സാധനം കുറച്ചു കാലം മുമ്പ് ഇവിടെ കറങ്ങി നടന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു സാധനം വെള്ളം തൊടാതെ വിഴുങ്ങി അത് മീഡിയനെ കണ്ടപ്പോൾ അതിൻ്റെ മുന്നിൽ പറഞ്ഞ ജാൻമണി എന്താണെങ്കിലും എന്ത് ചെയ്യണം, ജാൻമയ്ക്ക് കേസ് വന്നാലും അല്ലെങ്കിൽ ഇതിൻ്റെ നിയമ പ്രശ്നങ്ങൾ വന്നാലും അത് ഫേസ് ചെയ്യുക. ആൻഡ് ഇതൊരു പാഠമായിട്ട് എടുക്കുക. നമ്മളൊരു വ്യക്തിയെക്കുറിച്ചോ ഒരു സിറ്റുവേഷനെ കുറിച്ചോ സംസാരിക്കുമ്പോൾ ആ വ്യക്തി ഇരിക്കുന്ന റെപ്യൂട്ടഡ് പൊസിഷൻ എന്താണോ അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ എന്താണോ അസസ് ചെയ്തതിന് മാത്രം സംസാരിക്കുക എന്നുള്ളതൊരു ബേസിക് കാര്യമാണ്. ഇനി പൊസിഷനും അല്ല, ഒരു വ്യക്തിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അയാളെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലോ അയാൾക്ക് ഹേർട്ട് ആവുന്ന രീതിയിലോ അയാൾക്കോ അയാളുടെ ബാക്കി ആർക്കെങ്കിലും സെൻസിറ്റീവായിട്ട് ഹേർട്ട് ആവുന്ന രീതിയിലുള്ളൊരു കാര്യങ്ങൾ പറയാതെ നമ്മൾ മാറിപ്പോകണം എന്നുള്ളത് തന്നെയല്ലേ. ആൻഡ് ക്രിറ്റിസിസം ആവാം, അത് കൺസ്ട്രക്റ്റീവ് ആണെങ്കിൽ ഏറ്റവും നല്ലത്. ഇല്ല, ക്രിറ്റിസിസം വെച്ചോ, ബട്ട് ആ ക്രിറ്റിസിസത്തിന് ഒരു ലിമിറ്റ് വേണം, അല്ലെങ്കിൽ അതിനൊരു മാന്യത വേണം. പിന്നെ അതുപോലെ തന്നെ സർക്കാസം പറയാം. ജാൻമ ഒരുപാട് സർക്കാസം പറയുന്ന ഒരാളാണ്. കഴിഞ്ഞ ദിവസം ജാൻമ പറഞ്ഞത് തന്നെയാണ്, ഫ്രണ്ട്സ് ആരുടെ ഫ്രണ്ട്സ്, ഈ കളവൻ്റെ ഫ്രണ്ട്സ് ആരാന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഒരുപാട് ചിരിച്ചൊരു വ്യക്തിയാണ്. എനിക്കത് പറയുന്നതിന് ഒരു തെറ്റും തോന്നുന്നില്ല. കാരണം അവിടെ ഒന്നും ഒരു എന്താ പറയുക വ്യക്തിഹത്യയോ കാര്യങ്ങളോ കാണുന്നില്ല. അപ്പോൾ അത് കണ്ടപ്പോൾ ചിരിച്ചു. ഞാൻ ജാൻമേനെ വിളിക്കും ചെയ്തു വന്ന് വൈകിട്ട്, എന്താ ജാൻമ എമ്മാതിരി അടി അടിച്ചത്, ചിരിച്ച് ചത്തു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ചില കാര്യങ്ങൾ സർക്കാസ്റ്റിക് ആണ്, ബട്ട് ചില കാര്യങ്ങൾ സർക്കാസ്റ്റിക് അല്ല. ചില കാര്യങ്ങൾ പറയുമ്പോൾ ഫാക്ട് ചെക്ക് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിപ്പോൾ ജാൻമയ്ക്ക് എന്താണെങ്കിലും മനസ്സിലായി കാണും. അപ്പോൾ എന്താണെങ്കിലും ഈ വിഷയങ്ങൾ ഉണ്ടാവാൻ മാത്രം ഉണ്ടായ ആ ഒരു പെർട്ടിക്കുലർ വീഡിയോ ഞാൻ അവിടെ പ്ലേ ചെയ്യാം. എൻ്റെ മുടിയുടെ ഒരു വാക്ക് എനിക്ക് നല്ല കോമഡി ആയിട്ട് തോന്നി. അച്ഛൻ മരിച്ചുപോയി 1947, നരേന്ദ്രമോദിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് 1950. ഫസ്റ്റ് അവൻ്റെ സ്വന്തം അച്ഛന് കണ്ടുപിടിക്കട്ടെ. ആ കോമഡി അല്ലേ? 3 വർഷം അമ്മ പ്രഗ്നന്റ് ഉണ്ടാവില്ലല്ലോ, കറക്റ്റ് അല്ലേ? ഞാൻ പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിക്കൂ. 3 വർഷം മുന്നേ അച്ഛൻ മരിച്ചു പോയിട്ട് 3 ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ ജനിച്ച് പറഞ്ഞില്ലേ. പിന്നെ അമ്മക്ക് കാല് വാശിന്റെ വെള്ളം കുടിക്കണം. ഈ നാട്ടൻ കാണിക്കാൻ എൻ്റെ ആവശ്യമില്ല. ആൾക്ക് വിവരമില്ല. എന്നിട്ട് ഹായ് ഫ്രണ്ട്സ്, ആരാ കിളവന്റെ ഫ്രണ്ട്? രാത്രി വന്നിട്ട് ഹായ് ഫ്രണ്ട്സ്. പിന്നെ ഇവിടെ തമ്പാക്കു ഇങ്ങനെ അടിക്കുന്ന തമ്പാക്കു ഉണ്ടല്ലേ, ഇങ്ങനെ കയറുന്ന ആ തമ്പാക്കു അടിച്ചിട്ട് ഹായ് ഫ്രണ്ട്സ്. ഓ, ആഗ്രഹം. ഈ കേരളത്തിലെ BJP പറ്റത്തില്ല, അത്രേ ഉള്ളൂ. എനിക്ക് ഇഷ്ടമില്ല. ഈ കേരളം നമ്മൾ എങ്ങനെ ഉണ്ടോ അങ്ങനെ മതി. ഓക്കെ, BJPയോടുള്ള വെറുപ്പുണ്ടാവാം, സംഘപരിവാർ രാഷ്ട്രീയത്തിനോടുള്ള വെറുപ്പുണ്ടാവാം. അതിപ്പോൾ എനിക്കുള്ളതാണ്. ഞാനും പേഴ്സണലി ഇതൊക്കെ തുറന്നു പറഞ്ഞിട്ടുള്ള ഒരാളാണ്. ഈവൻ BJPക്കാരോടക്കം പറയാറുണ്ട്. പക്ഷെ ഹെൽത്തി ആയിരിക്കണം. ഈ ക്രിറ്റിസിസം പോകുമ്പോഴും സർക്കാസം പറയുമ്പോഴും വളരെ ഹെൽത്തി ആയിരിക്കണം. നേരത്തെ പറഞ്ഞ പോലെ ഹായ് ഫ്രണ്ട്സ്, ആരും എൻ്റെ ഫ്രണ്ട്സ്, ഇതൊക്കെ പിന്നെ ഒരു പരിധി വരെ അതൊരു രസമാണ്. ക്രിറ്റിസിസം കേൾക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ സർക്കാസം കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ഫണ്ണാണ്. പക്ഷെ അതിലുപരി ഫാക്ട് ചെക്ക് ചെയ്യാതെ ഇതുപോലെ വന്നിരുന്നിട്ട് ഈ അച്ഛൻ്റെ കാര്യവും അമ്മേൻ്റെ കാര്യമൊക്കെ വിളിച്ചു പറയുമ്പോൾ ഇത് കുറച്ച് കാലം മുമ്പ് വരെ, കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വരെ ഇവിടെ ഈ സീൻ ഉണ്ടായതാണ്. അതായത് നരേന്ദ്രമോദി എന്ന് പറഞ്ഞ നമ്മുടെ പ്രധാനമന്ത്രിയുടെ അച്ഛൻ ദാമോദർ ദാസ് മുൽചന്ദ് മോദി എന്ന് പറഞ്ഞ വ്യക്തി പബ്ലിക് ഇൻഫർമേഷൻ പ്രകാരം 1989 മരണപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, മോദിയുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ജനിച്ച ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറഞ്ഞാൽ September 17, 1950. ഓക്കെ, ഈ ക്ലെയിം, അതായത് നരേന്ദ്രമോദിയുടെ ഫാദർ 1947 മരിച്ചു എന്നുള്ളത് അതൊരു ഫേക്ക് നറേറ്റീവ് അല്ലെങ്കിൽ ഒരു ഫേക്ക് സാധനം സോഷ്യൽ മീഡിയയിൽ ഇട്ട് കറങ്ങി നടന്നതും പലരും ഷെയർ ചെയ്തതിന് ശേഷം അത് ഫേക്കാന്ന് അറിഞ്ഞതിന് ശേഷം ഫാക്ട് ചെക്ക് ചെയ്തിട്ട് അത് മാറ്റി റീപോസ്റ്റുകൾ ഒരുപാട് ചെയ്തൊരു കാര്യമാണ്. മൻ കി ബാത്തിലാണ് തോന്നുന്നു ഏതൊരു വേദിയിൽ വെച്ചിട്ട് നരേന്ദ്രമോദി പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഓക്കെ നരേന്ദ്രമോദിയുടെ ഫാദർ ജയിലിലേക്ക് പോകുന്നു,
പിന്നെ അങ്ങനെ അവിടുന്ന് അയാൾ മരണപ്പെടുന്നു ആ വ്യക്തി എന്നാണ് പറഞ്ഞത്. അല്ലാതെ ഇത് ഏത് ഇയറിൽ മരണപ്പെട്ടു അങ്ങനെയൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല. ബോൺ ക്യാൻസർ കാരണമാണ് 1989 നരേന്ദ്രമോദിയുടെ അച്ഛൻ മരിക്കുന്നത്. അപ്പോൾ ഇത് ആരൊക്കെയോ ഉണ്ടാക്കിയ ഒരു സോഷ്യൽ മീഡിയ പ്ലോട്ടാണ് എന്ത് ഈ പറഞ്ഞ 1947 നരേന്ദ്രമോദിയുടെ അച്ഛൻ മരിക്കുന്നു, പിന്നെ 1950 എങ്ങനെ നരേന്ദ്രമോദി ഉണ്ടാവുന്നു എന്നുള്ള ഒരു കൈൻഡ് ഓഫ് റൂമർ, ഫാക്റ്റ് അല്ലാത്തൊരു സാധനം. അപ്പം അങ്ങനത്തെ ഒരു കാര്യം ഇപ്പോൾ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ വരുന്നൊരു കാര്യം സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ കുറച്ച് ചാനലുകളുടെ മുന്നിലോ വന്നിരുന്ന് സംസാരിക്കുമ്പോൾ യു ഹാവ് ടു ബി വെരി കെയർഫുൾ, വെരി 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 കെയർഫുൾ. പ്രത്യേകിച്ച് ജാൻമണിയെ പോലുള്ള ഒരാൾ. കാരണം ഇപ്പോൾ ജന്തർ മന്ദിറിൽ പോകുന്നു, ജന്തർ മന്ദിറിൽ പോയിട്ട് ഭയങ്കര ഹൈപ്പർ നെഗറ്റീവിൽ ഇരുന്ന ജാൻമണി പെട്ടെന്ന് പോസിറ്റീവ് ആവുന്നു. സോഷ്യൽ മീഡിയ അങ്ങനെയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ പോലെ പെട്ടെന്ന് ജാൻമണി പോസിറ്റീവ് ആവുന്നു, പെട്ടെന്ന് പേളിമാണി നെഗറ്റീവ് ആവുന്നു. സോ ആ ഒരു ഫേസിൽ നിൽക്കുമ്പോൾ ഇവിടുത്തെ സംഘപരിവാർ എലമെൻറ്റുകൾക്ക് എങ്ങനെയെങ്കിലും എന്ത് വേണം, ഈ ജന്തർ മന്ദിറിൽ പോയവർക്കെതിരെ ഒരു കേസോ കാര്യങ്ങളോ അല്ലെങ്കിൽ വിഷയങ്ങളോ ഉണ്ടാക്കണം, അല്ലെങ്കിൽ അത് വരണം എന്നുള്ള മൂഡിലാണ്. കാരണം അവർ ഭയങ്കര പ്രോഗ്ഡാണ്. ഇപ്പം രഞ്ജിനി ഹരിദാസിനെതിരെ NIA അന്വേഷണം വരുന്നു എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം ഞാനൊരു പോസ്റ്റ് കണ്ടു. അതിനിടയിൽ രഞ്ജിനി ഹരിദാസിൻ്റെ പോസ്റ്റിൽ തിരിച്ച് റിപ്ലൈ ഇട്ടിട്ടുണ്ട്, ഒന്ന് വരാൻ പറയാം, ഞാൻ സാറ്റർഡേ സൺഡേ ഷൂട്ടിലായിരിക്കും, അല്ലാത്ത ദിവസം വരാൻ പറഞ്ഞാൽ മതി പറഞ്ഞിട്ട്. സോ ഇവിടെ ഭയങ്കരമായിട്ട് എന്താണ്, ഈ പ്രൊട്ടസ്റ്റിൽ പങ്കെടുത്തവർക്കോ അല്ലെങ്കിൽ ഈ പ്രൊട്ടസ്റ്റിനെ സപ്പോർട്ട് ചെയ്തവരോ ഏതെങ്കിലും രീതിയിലൊക്കെ അടിച്ചൊതുക്കണം എന്നുള്ള മെൻറ്റാലിറ്റിയിൽ ഇവർ നിൽക്കുന്ന സമയത്ത് ഇതുപോലെ ഫാക്റ്റ് അല്ലാത്ത, എവിടെയും ഒരു രീതിയിലും ഫാക്റ്റ് ആണെന്ന് തെളിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഫ്ലൂക്ക് സാധനങ്ങൾ പോയി പറയുമ്പോൾ ജാൻമണി ഈ പറഞ്ഞ രീതിയിൽ ശ്രദ്ധിക്കേണ്ടതായിരുന്നു, 100% ശ്രദ്ധിക്കേണ്ടതായിരുന്നു. കഴിഞ്ഞ 2 ദിവസമായി ഈ കോക്രോച്ച് പാർട്ടിയുടെ സമരത്തിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നിരന്തരം ജാൻമണി എന്ന് പറയുന്ന ഈ മേക്കപ്പ് ആർട്ടിസ്റ്റ് അപമാനിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ. തുടർച്ചയെന്നോണമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ചില ഓൺലൈൻ മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്നുകൊണ്ട് പ്രധാനമന്ത്രിയുടെ പിതൃത്വത്തെ പറ്റിയും അദ്ദേഹത്തിൻ്റെ അമ്മയെ പറ്റിയിട്ടുമൊക്കെ വളരെ മോശമായ രീതിയിൽ അപമാനിക്കുന്ന തരത്തിൽ അപവാദ പ്രചാരണം നടത്തിയത്. ഇതിനെതിരെയാണ് ഇപ്പോൾ BJP അടക്കമുള്ളവർ പരാതിയുമായി രംഗത്തെത്തിയിട്ടുള്ളത്. യുവമോർച്ചയുടെ ഭാഗത്ത് നിന്നാണ് ഇപ്പോൾ ആദ്യ പരാതി എത്തിയിട്ടുള്ളത്. യുവമോർച്ചയുടെ മീഡിയ സെൽ കൺവീനർ കൂടിയായിട്ടുള്ള S നന്ദു സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുണ്ട്. കൂടാതെ തന്നെ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്കും ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയിട്ടുണ്ട്. അതൊരു വെറും പരാതിയായി നമുക്കിതിനെ കാണാൻ സാധിക്കില്ല. ജാൻമണിയുടെ സാമ്പത്തിക സോഴ്സ് അടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തണം എന്നുള്ള ഗുരുതരമായിട്ടുള്ള ഒരു കാര്യം കൂടി ഈ പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അടിയന്തരമായി തന്നെ കേസെടുത്ത് കൃത്യമായ നടപടി എടുക്കണമെന്നുള്ളതാണ്. കാരണം ഒരു സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രതികരണമാണ് ജാൻമണിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പിതാവിനെ മോശമായി ചിത്രീകരിച്ചുകൊണ്ടും മാതാവിനെ മോശമായി പറഞ്ഞുകൊണ്ടുമായിരുന്നു ആ വീഡിയോ പുറത്തു വന്നത്. ഈ വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ അതിരൂക്ഷമായ ഭാഷയിൽ ജാൻമണിക്കെതിരെ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. ആ വിമർശനത്തിന് പിന്നാലെയാണ് ഇപ്പോൾ പരാതിയായി യുവമോർച്ച രംഗത്തെത്തിയിട്ടുള്ളത്. യുവമോർച്ചയ്ക്ക് പിന്നാലെ മുനമ്പം സ്റ്റേഷനിലും ജാൻമണിക്കെതിരെ ഇപ്പോൾ പരാതി ലഭ്യമായിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ അധിക്ഷേപ പരാമർശങ്ങൾ നടത്തിയതിനാണ് BJP പ്രവർത്തകനായ ശ്രീജിത്ത് ചെറായി ഇപ്പോൾ മുനമ്പം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുള്ളത്. മുനമ്പം സ്റ്റേഷനിലാണ് ഇപ്പോൾ എറണാകുളത്ത് ആദ്യമായിട്ടുള്ള ഒരു പരാതി എത്തിയിട്ടുള്ളത്. ചെറായി സ്വദേശിയായിട്ടുള്ള ശ്രീ ചെറായി എന്നറിയപ്പെടുന്ന ശ്രീജിത്താണ് ഇത്തരത്തിൽ ഒരു പരാതി നൽകിയിരിക്കുന്നത്. ഈ വീഡിയോയുടെ ദൃശ്യങ്ങൾ കൂടി പങ്കുവെച്ചുകൊണ്ടാണ് ഓൺലൈനായി പരാതി നൽകിയിരിക്കുന്നത്. ഇതിൽ ആവശ്യമെങ്കിൽ കൂടുതൽ തെളിവുകളും കൂടുതൽ സ്ക്രീൻഷോട്ടുകളും നൽകാമെന്നും ഈ പരാതിയിൽ പറയുന്നുണ്ട്. ഇത്തരത്തിൽ ജാൻമണിക്കെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. നടപടിയെടുക്കണമെന്നാണ്. ഇനിയിപ്പോൾ ആഭ്യന്തര വകുപ്പ് ഈ ഒരു കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളതാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഓക്കെ, ഇതാണ് ജനൻ TVയിൽ നിന്ന് ഇന്നലെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതായത് ഇന്ത്യൻ്റെ പല ഭാഗങ്ങളിൽ ജാൻമണിക്കെതിരെ കേസ് കൊടുക്കുന്നു, ജാൻമണിയെ ഇതോടുകൂടി അങ്ങോട്ട് തീർത്ത് കളയണം, അല്ലെങ്കിൽ ഇതെന്താ പറയുക, ഇത് മറ്റേ മൂടാ, ഞങ്ങൾക്കെതിരെ നിന്നാൽ, ഞങ്ങളെ പറഞ്ഞാൽ ഞങ്ങൾ ഏതൊക്കെ രീതിയിൽ പണി തരുമെന്നുള്ളത് നിങ്ങൾ കണ്ടോ എന്നുള്ളൊരു സാധനം കൂടി ഇതിനകത്തുണ്ട്. ജാൻമണി പറഞ്ഞത് 100% തെറ്റാണ്. ഒരിക്കലും പറയാൻ പാടില്ലാത്തതും ഒരു വ്യക്തിയെക്കുറിച്ച്, ഇനി ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ എന്നല്ല, ഒരു വ്യക്തിയെക്കുറിച്ച് അയാളെക്കുറിച്ച് അറിയാത്ത കാര്യങ്ങൾ, മനസ്സിലായോ, അയാളുടെ മാതാവിനെ കുറിച്ചും പിതാവിനെ കുറിച്ചും അറിയാത്ത കാര്യങ്ങൾ വിളിച്ച് പറഞ്ഞ് സൊസൈറ്റിയുടെ മുന്നിൽ അയാളെ മോശക്കാരനോ മോശക്കാരിയോ ആക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ ഡെഫിനറ്റ്ലി ഡിഫമേഷൻ്റെ അണ്ടറിൽ വരും. ഓക്കെ, അപ്പം അത് ആ രീതിയിൽ തന്നെ ഡീൽ ചെയ്ത്, അതും പ്രൈം മിനിസ്റ്ററും കൂടി ആകുമ്പോൾ അത് കേസാക്കിക്കോ, ഒരു വിഷയമല്ല. പക്ഷെ ആ കേസാക്കുന്നതിലൂടെ നിങ്ങൾ ബാക്കിയുള്ളവരുടെ വായടപ്പിക്കാം, നാവടപ്പിക്കാം എന്നുള്ള രീതിയിലുള്ള ഒരു പ്രൊപ്പഗണ്ട അതിനിടയിൽ കൂടി കുത്തിക്കയറ്റേണ്ട ആവശ്യമില്ല. ഓക്കെ, അത് ഇവിടുത്തെ BJPയും സംഘപരിവാറും ആ രീതിയിൽ ഡീൽ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ
അത് നിങ്ങൾ ഇന്നാ നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരെ തന്നെ നിങ്ങൾ കുറച്ച് കേസോ അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങളോ പറഞ്ഞ് പഠിപ്പിക്കുക. ഇത് ഞാൻ പറയാണ്ടായ റീസൺ എന്താ വെച്ചെങ്കിൽ ഇവിടെ TG മോഹൻദാസ് 2 വീഡിയോ കഴിഞ്ഞ ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്തു. ഈ പറഞ്ഞ സംഘ് ബെൽറ്റിൻ്റെ ഭാഗം തന്നെയാണല്ലോ TG മോഹൻദാസ്. TG മോഹൻദാസ് അപ്ലോഡ് ചെയ്ത വീഡിയോകളിൽ എത്ര മ്ലേച്ഛവും എത്ര മോശവുമായ രീതിയിലാണല്ലോ ഈ പ്രൊട്ടക്റ്റിന് പോയ കുട്ടികളെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എത്ര വൃത്തികേടുകളാണല്ലോ വിളിച്ചു പറയുന്നത്. അയാളുടെ വയസ്സ് പോലും അയാൾ നോക്കാതെ ഇരുന്നിട്ട് അസഭ്യം പുലമ്പിക്കൊണ്ടിരിക്കുകയാണ് ആ വൃത്തികെട്ട മനുഷ്യൻ. അതിനൊന്നും കേസെടുക്കാനും അതിനു വേണ്ടി സംസാരിക്കാനും ഒരു മനുഷ്യന് ഇവിടെ കണ്ടിട്ടില്ല. അല്ല, മനുഷ്യന്മാർക്ക് വേണ്ടി സംസാരിക്കുന്നു കുട്ടി, അങ്ങനെയാണല്ലോ. നരേന്ദ്രമോദി ഒരു മനുഷ്യനല്ലേ, മനുഷ്യന്മാർക്ക് വേണ്ടി സംസാരിക്കണ്ടേ? ഓക്കെ, ഒരു സൈഡിൽ ജാൻമണി ചെയ്തത് വലിയ തെറ്റാണ്. ആ തെറ്റിന് നിങ്ങൾ കേസ് കൊടുക്കണം. ജാൻമണിക്ക് ഇനി എത്ര ശിക്ഷ മേടിച്ചു കൊടുക്കാൻ പറ്റുമെന്ന് നിങ്ങൾ മേടിച്ചു കൊടുത്തോ. പക്ഷെ ഒരേ സൈഡിൽ ഇപ്പുറത്ത് നിങ്ങളെ സൈഡിലുള്ള സംഘപരിവാർ ഹാൻഡിലോ അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ മൗത്ത് പീസായിട്ട് നിൽക്കുന്നവരോ പറയുന്ന വൃത്തികേടുകളും ചെറ്റതരങ്ങളും നിങ്ങൾ കണ്ടില്ല എന്ന് വിചാരിക്കാൻ പാടൂ, കണ്ടില്ല എന്ന് അടിക്കാൻ പാടൂ. അതും കൂടിയും ചെയ്യണമല്ലോ. ഇപ്പോൾ ജാൻമണിയുടെ കേസിൽ ജാൻമണി മാപ്പ് പറഞ്ഞു, സോറി പറഞ്ഞു പബ്ലിക് പോയി വന്നിട്ട്. ഈ TG മോഹൻദാസിനെ പോലുള്ളവർ അത് പറയാൻ റെഡിയാണോ? എൻ്റെ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് പ്രശ്നം ആയിപ്പോയി. അതെനിക്ക് സത്യം പറഞ്ഞില്ല, എനിക്ക് അറിയത്തില്ല. ഞാനൊരു കോണ്ടന്റ് അവിടെ നോർത്ത് ഇന്ത്യയിലെ ഡൽഹിയിലെ, ഇത് നമ്മളുടെ ഇവിടെ തന്നെയല്ല, ഡൽഹിയിലെ ഒരു കോണ്ടന്റ് കണ്ടിട്ട് ഞാൻ എനിക്ക് മീഡിയ ചോദിക്കുന്ന ടൈമിൽ അത് പെട്ടെന്ന് നമ്മൾ സംസാരിച്ചിട്ട് ഞാൻ വീഡിയോയുടെ കാര്യം ഞാൻ പറഞ്ഞു. സോ എനിക്ക് ചിലപ്പോൾ എൻ്റെ മലയാളം രീതി പറയാൻ അത് ശരിയാവട്ടില്ല. അതന്നെയാണ് കാരണം. പിന്നെ അത് ഞാൻ മോർണിംഗ് വോക്കില് ഇറങ്ങി. സോ എനിക്ക് കുറെ ത്രെറ്റനിങ് കോൾ മോർണിംഗ് മുതൽ വന്ന് തുടങ്ങുന്നത് എനിക്ക് കാര്യം മനസ്സിലായിട്ടില്ല. അതൊക്കെ എനിക്ക് കുറെ മെസ്സേജസ് വന്ന് ഞാൻ ഓപ്പൺ ചെയ്ത് കണ്ടിട്ട് എന്റെ കുറെ ഫാൻസ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ജാൻബ എങ്ങനെയാണ്, ഇതാ ശരിയില്ലതാണ്, ഇത് ഭയങ്കര പ്രശ്നമാണ് പറഞ്ഞിട്ട് ഞാൻ അപ്പം തന്നെ അത് വീഡിയോ ഞാൻ എന്താ പറയുക കൊടുക്കുന്ന ആൾക്കാരൊക്കെ വിളിച്ചിട്ട് ഞാൻ അത് മൊത്തം ഡിലീറ്റാക്കാൻ വേണ്ടി പറഞ്ഞു. പിന്നെ ഞാൻ എന്താ ചെയ്യാൻ എനിക്കറിയില്ല. കാരണം എനിക്ക് കുറെ ത്രെറ്റനിങ് കോൾസ് മീൻസ് കുറെ ഫ്രം സൗദി അറേബ്യ, അബുദാബി and from India, from Kerala, from everywhere it was coming. So എനിക്ക് സെക്ടറിൽ എനിക്ക് ആരൊക്കെ ഹേർട്ട് ആക്കുന്ന വേണ്ടിയല്ല, ഞാൻ ബേസിക്കലി നമ്മളുടെ PMക്ക് ഞാൻ ശരിക്കും അത് അമ്മയുടെ വേണ്ടിയല്ല. ഞാൻ I was just asking how come one person can become 3 years pregnant. That's what one question I was asking, not to the Modi ji. That was I'm asking that about this content. And that one's become like very much viral and people are very much angry. And I never thought like I wants to hurt anybody because I really don't want to hurt anyone. And എനിക്ക് എൻ്റെ കയ്യിലേക്ക് എന്തെങ്കിലും തെറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ obviously I'm so sorry. എനിക്ക് പബ്ലിക്കലി ഞാൻ അപ്പോളജൈസ് പറയുന്നുണ്ടോ. കാരണം എനിക്ക് ഒരു ചെറിയ കുട്ടി വിചാരിച്ചിട്ട് നിങ്ങൾ ക്ഷമിക്കണം. കാരണം ഇതെന്റെ മേലിലേക്ക് എനിക്ക് പറയാനോ ഒന്നുമില്ല, അതുണ്ടാവില്ലേ. പിന്നെ അപ്പൊ ഞാൻ പ്രശ്നം വന്ന് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോയി ആരൊക്കെ അയച്ചു കൊടുത്ത് നോക്കിയിട്ട് ആ വീഡിയോ ക്ലിക്ക് ചെയ്തിട്ട് അത് മൊത്തം കോണ്ടന്റ് ഓൾറെഡി ഡിലീറ്റ് ആയി. അതെനിക്ക് ഇങ്ങനെ പിന്നെ ഞാൻ ഓപ്പൺ ആക്കാൻ പറ്റത്തില്ല. സോ അതിന് കാരണം പിന്നെ എനിക്ക് ഞാൻ ഗൂഗിളിൽ പോയിട്ട് എല്ലാവരും പറഞ്ഞ ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്യുന്ന പറഞ്ഞിട്ട് ഞാൻ ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്തിട്ട് എനിക്ക് മനസ്സിലായത് ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്. സോ ഇറ്റ്സ് മൈ മിസ്റ്റേക്ക് ബിക്കോസ് ഐ ഡിഡ്ന്റ് ചെക്ക് ബിഫോർ ഐ വാസ് ഗിവിംഗ് എനി സ്റ്റേറ്റ്മെന്റ്. സോ എനിക്ക് വളരെ വിഷമം വന്നെ. പിന്നെ ഞാൻ വർക്കിന്റെ അനുസരിച്ച് അത് ഞാൻ ലേറ്റ് ആയിട്ട് ഉണ്ടെങ്കിലും ഞാൻ ഒരു വീഡിയോ ഇടാൻ വിചാരിച്ചിട്ടുണ്ട്. കാരണം നമ്മളെ ഒരു അൺവാണ്ടഡ്ലി ഐ ഡോണ്ട് വാണ്ട് ടു ഹേർട്ട് എനി വൺ ബിക്കോസ് ഇറ്റ്സ് നോട്ട് ഡെലിബറേറ്റ്ലി ഞാൻ ചെയ്യുന്ന പോലെ അല്ല. ഇറ്റ് വാസ് ജസ്റ്റ് രണ്ടാമത് സംസാരിച്ച് അതന്നെ അറിയില്ല ഈ കാര്യം പറഞ്ഞത്. പക്ഷെ അത് പോസ്റ്റ് എങ്ങനെ ഫേസ്ബുക്കിൽ എവിടെയാ പോയത് അതെനിക്ക് കംപ്ലീറ്റ്ലി അറിയത്തില്ല. കാരണം ഞാൻ ഫേസ്ബുക്ക് നോക്കാറില്ല. പിന്നെ ഷൂട്ടിങ്ങിന്റെ കാരണം ഞാൻ ഫോണിൽ കണ്ടിട്ടില്ല. പക്ഷെ എനിക്ക് കുറെ കോൾസ് വന്ന് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലായി ദിസ് ഇസ് ലൈക്ക് എ വെരി ബാഡ് തിങ്സ് ഈസ് ഗോയിങ് ഓൺ. സോ ദാറ്റ്സ് വൈ ഐ എം റിയലി സോറി. സോ എന്റെ ഫാൻസ് മാത്രമല്ല എല്ലാവർക്കും മീൻസ് എല്ലാവർക്കും ഞാൻ ഹേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഐ എം സോ സോറി. ഓക്കെ, ജാൻമണി എന്താണെങ്കിലും മാപ്പ് പറഞ്ഞൊരു വീഡിയോ ഉണ്ട്. പക്ഷെ മാപ്പ് പറഞ്ഞത് കൊണ്ട് ഇനിയിപ്പോൾ കൊടുത്ത കേസുകളൊന്നും ആരും പിൻവലിക്കാൻ പോകുന്നൊന്നുമില്ല. ഓക്കെ, അതിപ്പോൾ ആരുടെയെങ്കിലും ഒക്കെ സെന്റിമെന്റ്സിനെ ഹേർട്ടാക്കിയിട്ടുണ്ട്. നരേന്ദ്രമോദി ഇഷ്ടപ്പെടുന്ന ഒരാളുടെ സെന്റിമെന്റ്സിനെ അത് ഹേർട്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് കേസോ കൂട്ടോ കാര്യങ്ങളോ ആയിട്ട് ഇനി BJP പോയാൽ അത് ഫേസ് ചെയ്യുക എന്നല്ല ജാൻമണിക്ക് വേറെ വഴിയില്ല. ഇനി പറയാതിരിക്കുക എന്നുള്ളതൊരു കാര്യം ജാൻമണി ഉറപ്പിക്കണം. അല്ലാതെ ജാൻമ ഇനിയിപ്പോൾ ഇതിനകത്ത് എന്താ കേസും കൂട്ടവും കാര്യങ്ങളുമായി സോറി പറഞ്ഞതുകൊണ്ട് മാറിപ്പോകുന്നൊന്നും വിചാരിക്കേണ്ട. അതൊന്നും മാറാൻ പോകുന്നില്ല. കാരണം കേസ് കൊടുത്തതിൻ്റെ പിന്നിൽ വേറെ ഈ പറഞ്ഞ രീതിയിലുള്ളവരുടെ പല അജണ്ടകളും പരിപാടികളൊക്കെ വേറെയുണ്ട്. ഓക്കെ, അപ്പോൾ ജാൻമ എന്താണെങ്കിലും കേസും കൂട്ടവും കാര്യമൊക്കെ ആയപ്പോൾ തന്നെ സോറി പറഞ്ഞ് ഈ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇനി ഈ ജാൻമണിക്കെതിരെ അല്ലെങ്കിൽ ജാൻമയ്ക്കെതിരെ ഇങ്ങനത്തെ ഒരു കേസും കൂട്ടവും കാര്യങ്ങളൊക്കെ ആയി പോകാൻ 100 ആളുകളുണ്ടായിരുന്നു. TG മോഹൻദാസിനെ പോലെയുള്ള ഗട്ടർ മൗത്തുകളെ
നിങ്ങൾ എങ്ങനെ ഡീൽ ചെയ്യും? ഞാൻ അതാ ചോദിക്കുന്നത്. ഇതുപോലുള്ള ആളുകൾ ഇപ്പോൾ ജാൻമണിക്ക് ഒരു പരിധി വരെ നോക്കിക്കഴിഞ്ഞാൽ ജാൻമയ്ക്ക് ഇതിനെക്കുറിച്ചുള്ള ഒരു പൊളിറ്റിക്കൽ നോളേജോ അല്ലെങ്കിൽ വിഷയങ്ങളോ ഇല്ലാത്തത് കൊണ്ട് വന്നൊരു സീനാണെന്നെങ്കിലും നമുക്ക് ജാൻമനെ അടുത്തറിയുന്നവർക്ക് അറിയാം. മനസ്സിലായോ? അവരത്രേ ഉള്ളൂ. അവർക്ക് ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു വാട്സാപ്പ് യൂണിവേഴ്സിറ്റിന്നോ അല്ലെങ്കിൽ എവിടുന്നെങ്കിലുമൊക്കെ കളഞ്ഞു കിട്ടി ഒരു സാധനം വന്നിട്ട് മാസമാവാൻ വേണ്ടി അടിച്ചിട്ട് പോയി എന്നുള്ള രീതിക്ക് നമുക്കത് ആ സെൻസിലും വേണമെങ്കിൽ എടുക്കേണ്ടവർക്ക് എടുക്കാം. ഓക്കെ. പക്ഷേ TG മോഹൻദാസിനെ പോലെ ഈ ഘോരഘോര പ്രസംഗം നടത്തുന്ന ഈ ഒരു സോഷ്യൽ ക്രിട്ടിക് ആയിട്ടുള്ള ഒരു വ്യക്തി വന്നിരുന്നിട്ട് പറയുന്ന വൃത്തികേടുകൾ, വിഴുപ്പുകൾ, അതിവിടെ ഓഡിറ്റ് ചെയ്യാൻ ഒരു മനുഷ്യനില്ല എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഞാൻ കഴിഞ്ഞ 2-3 വീഡിയോയിൽ പറഞ്ഞ ന്യായങ്ങൾ, രാജ്യദ്രോഹികൾ ധാരാളം ഈ സമരത്തിലുണ്ടായിരുന്നു. ഒരുപക്ഷെ അവരായിരുന്നു ഏറ്റവും കൂടുതൽ. 20% മാത്രമേ കഷ്ടിച്ച് വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നുള്ളൂ. അതെന്താ TG? സംഘപരിവാറിൻ്റെയും BJPൻ്റെയും ആളുകളല്ലാത്ത എല്ലാവരും ഈ പറഞ്ഞ രാജ്യദ്രോഹികളാണോ നിങ്ങൾക്ക്? അല്ലെങ്കിൽ ഞാൻ കാര്യമായിട്ട് ചോദിക്കുക, അതോ ഇനി നാഷണൽ ഇൻ്റലിജൻസിന് കിട്ടാത്ത എന്തെങ്കിലും പത്രിക ഇൻ്റലിജൻസിൻ്റെ തലയിൽ വന്ന് കയറിയിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളായിട്ട് വല്ല സ്റ്റിങ് ഓപ്പറേഷൻ അവിടെ നടത്തിയിട്ടുണ്ടോ? വന്നു പോയൊരു സെൻസസ് എടുത്തിട്ട് രാജ്യദ്രോഹികളല്ലാത്തതാരാന്നുള്ളത് TGക്ക് മാത്രം എന്താ അങ്ങനെ ഈ ഒരു കണക്ക് വെച്ച് പറയാൻ പറ്റുന്നത്? ഉള്ളിലുള്ള ചാണകം ഇങ്ങനെ തികട്ടി വരികയാണ്. ഞാൻ സമരം ചെയ്ത് 2 മുഖ്യമന്ത്രിമാരെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. തള്ളിനുണ്ടല്ലോ, ജംബോ ജെറ്റ് വരെ ഫ്യൂവലില്ലാതെ പറക്കും ഇയാൾ അതിൻ്റെ ഉള്ളിൽ കയറ്റിയിരുത്തിയത്. എമ്മാതിരി തള്ളാൻ നോക്ക്. ഇതിൽ ഇയാൾ 2 മുഖ്യമന്ത്രിമാരെ സമരം ചെയ്ത് മാറ്റി എന്ന് പറയുന്നത് ഒന്ന് EMSനെയാണ്. അത് ഇയാൾക്ക് തന്നെ ബുദ്ധിയും ബോധവും ഇല്ലാത്ത കാലത്ത് അമ്മേൻ്റെ ഒക്കത്ത് പോയിരുന്നിട്ട് അന്ന് അമ്മ ജയ് വിളിച്ചപ്പോൾ അവിടെ കൂടെ പോയിരുന്നതിൻ്റെ കഥയും, ഒന്ന് K കരുണാകരനെ മറ്റേ പണ്ടത്തെ ഒരു വിഷയം ഉണ്ടായ സമയത്ത് ഒരു കോടതിയിൽ നിന്ന് വന്നൊരു പരാമർശത്തിൻ്റെ മുകളിൽ ആ ചങ്ങായിക്ക് ഒച്ചവിളി ഉണ്ടാക്കി എല്ലാവരും കൂടി ഇറക്കി പോകേണ്ട പഴയ ഹിസ്റ്ററിയാണ് ഈ സാധനങ്ങളൊക്കെ. ഇതിലൊന്നും ഇയാൾക്കൊരു പങ്കുമില്ല. കൂടെ പോയിരുന്ന് ജയ് വിളിച്ചു എന്നുള്ള അല്ലാതെ, അതും ഒന്ന് കുട്ടിക്കാലത്തും ഒന്ന് പിന്നെ എല്ലാവരും പോണ കൂട്ടത്തിലും പോയത് എന്നല്ലാതെ ഇയാൾക്ക് വേറെ ലെഗസി ഒന്നും ഇയാൾക്ക് പറയാൻ മാത്രമൊന്നുമില്ല. പിന്നെ അതാണ് തള്ളു തന്നെ അങ്ങോട്ട്. കാരണം അന്ധകാലമുള്ളത് നമുക്കറിയാൻ പാടില്ലല്ലോ. ഇവിടെ ഇത് എവിടെയും സോഷ്യൽ മീഡിയയിലും ഇല്ല, എവിടെയും ഇല്ല. ഇനി ഏതെങ്കിലും പത്രക്കട്ടിങ് ആയിട്ട് വന്നാലായി, അത്രേ ഉള്ളൂ. ഒന്ന് EMS നമ്പൂതിരിപ്പാടായിരുന്നു. 1959 വിമോചന സമരം. അന്നെനിക്ക് തിരിച്ചറിവായി വരുന്നതേ ഉള്ളൂ. അമ്മയുടെ കൂടെ ഇങ്ങനെ രാവിലെ സമരം എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ ജാഥ സംഗതിയൊക്കെ നടക്കുന്നു. എനിക്ക് കൃത്യം കാര്യമൊന്നും മനസ്സിലായില്ല. പക്ഷേ ഈ പറഞ്ഞ ഒരു സർക്കാരിനെ താഴെ ഇറക്കാനാണ് ഈ പരിപാടി, ഏതോ ഒരു മന്ത്രിയെ മാറ്റാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അച്ഛൻ വേറെ ആണ് പൊയ്ക്കൊണ്ടിരുന്നത്. അമ്മ വീട്ടുജോലിയെല്ലാം തീർത്തിട്ട് വേണം എന്നെയും കൊണ്ട് പിന്നെ അയൽവക്കത്താരെങ്കിലും ഒക്കെ ആയിട്ട് ഒരു സംഘം ചേർന്ന് സ്ത്രീകൾ പോവുള്ളൂ. ഏതായാലും അതിൻ്റെ അവസാനം EMSനെ ജവഹർലാൽ നെഹ്റു പിരിച്ചുവിട്ടു. അങ്ങനെയാണ് വിമോചന സമരം. അഭിജിത് ദീപ്കെ പറഞ്ഞ പോലെ എൻ്റെ ആദ്യത്തെ വിക്കറ്റ് EMS നമ്പൂതിരിപ്പാടാണ്. കേട്ടല്ലോ, അമ്മേൻ്റെ ഒപ്പം രാവിലെ സമരത്തിന് പോയ തിരിച്ചറിവില്ലാത്ത കുട്ടീൻ്റെ കഥ. ഇപ്പോഴും ചങ്ങായിക്ക് തിരിച്ചറിവില്ല. ഇപ്പോഴും വായെന്ന് പറയുന്ന വർത്തമാനങ്ങളുണ്ടല്ലോ, സംഘപരിവാറിനെ ഒളിപ്പിക്കാനും സംഘപരിവാറിന് വേണ്ടിയിട്ട് മറ്റേ സോപ്പിട്ട് കുളിപ്പിച്ച് കിടത്തുന്ന പരിപാടി, കുട്ടിയടി പരിപാടിയും തന്നെയാണ്. വിവരം ഇപ്പോഴും അന്നുള്ള ആ ഒരു 4-5 വയസ്സുള്ളവനെ അന്ന് അത്ര അതിലും കൂടുതൽ വിവരം കാണുമായിരിക്കും. ചാണകം തലയിൽ കയറിയപ്പോൾ ഉള്ള വിവരവും പോയിട്ടുണ്ട്. ഇനി പറയുന്ന കാര്യങ്ങളാണ് ഇറ്റ്സ് വെരി സീരിയസ് ഗൈസ്. ലെഫ്റ്റ് ടു മൈസെൽഫ്, എനിക്ക് ഈ സിറ്റുവേഷൻ കയ്യിൽ കിട്ടിയാൽ ഞാൻ എന്ത് ചെയ്യും നിങ്ങളോട് പറയാം. ഐ വിൽ ഇമ്പോസ് കർഫ്യൂ ഇൻ ദാറ്റ് ഏരിയ. തോല്ല ജന്തർ ബന്തർ പരിസരത്ത് ഒരു 4 സ്ക്വയർ കിലോമീറ്ററിൽ കർഫ്യൂ ഇമ്പോസ് ചെയ്യും. ജനക്കൂട്ടത്തോട് പിരിഞ്ഞു പോകാൻ മൈക്കിൽ ആവശ്യപ്പെടും. 3 തവണ ആവശ്യപ്പെടും. പിന്നെ വെടിവയ്ക്കും. ആളുകൾ ചെതറിയോടും. കുറേ പേര് മരിക്കും, കുറേ പേര് മരിക്കില്ല, കുറേ പേർക്ക് അംഗഭംഗം സംഭവിക്കും. ഏകദേശം ഒരു 4 മണിക്കൂർ കൊണ്ട് ഈ രംഗം ശാന്തമാകും. ശവങ്ങൾ പെറുക്കി ആശുപത്രിയിലെത്തിക്കും. സോ മെനി തിങ്സ് വിൽ ഹാപ്പൻ. നൗ ശരി, ഞാനിങ്ങനെ ചെയ്യുന്നു, ഇതൊരു സൊല്യൂഷനാണ്. ക്ലീൻ അജിറ്റേഷനൊക്കെ സപ്രസ് ചെയ്യാൻ പറ്റും. ഇതുപോലത്തെ അജിറ്റേഷൻ സപ്രസ് ചെയ്ത ആളാണ് നമ്മുടെ പ്രധാനമന്ത്രി. ഇയാൾ എന്തായി പറഞ്ഞു വരുന്നത്? ഇയാളായിരുന്നു പ്രധാനമന്ത്രി എന്നുണ്ടെങ്കിൽ ഇവർ ഇന്ന് അവിടെയുള്ള കുട്ടികളെ ഫുള്ള് വെടിവെച്ച് കൊന്ന് അവിടെയുള്ള സിറ്റുവേഷൻ ഇല്ലാതാക്കി. ഇയാളപ്പോൾ ഈ പ്രൊട്ടസ്റ്റിനെയും ഈ കുട്ടികളെയും കാണുന്ന രീതി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എന്നിട്ട് മാസമായിട്ട് പറയുകയാണ് ഇത് ഗുജറാത്ത് കലാപത്തിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. മോദി ചെയ്തു എന്ന് പറയുന്ന ധീരപ്രവർത്തികളാണ് ഇയാൾ എണ്ണവിട്ട് ഈ അക്കമിട്ട് നിരത്തി ഇയാൾ ഈ പറയുന്നത്.
അതുപോലെ കൊന്നു കളയുന്നു, കുട്ടികളെ കൊന്നു കളയുന്നു ഇയാൾ ഈ പറഞ്ഞ പോലെ. താൻ കൊള്ളാലോടോ ആള്. നീട്ടി ഒന്ന് ഇട്ട് കഴിഞ്ഞാണ്ടല്ലോ, എന്താ സാധനം ഇടണേന്ന് ഞാൻ പറയുന്നില്ല, അപ്പം പോവും ജീവൻ. അതിനുള്ള വക്കും വകാനേ ഉള്ളൂ. എങ്ങനെയോ കസാലയിലിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? അവിടെ ആ കുട്ടികൾ നടത്തിയ പ്രൊട്ടസ്റ്റ് അവരുടെ എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ടാണ്. ആ പ്രൊട്ടസ്റ്റ് നാളുകളിലും ഇവിടെ വരുന്ന ഓരോ തലമുറയ്ക്കും ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ അത് സിസ്റ്റത്തിനൊരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. തന്നെപ്പോലെ രാവിലെ നീച്ചിട്ട് ഈ നാട് മൊത്തം എന്താ പറയുക, ഹിന്ദുത്വവാദികളാവണം, ഹിന്ദുത്വ വരണം, അല്ലെങ്കിൽ വീട്ടിൽ എന്നും രാവിലെ നീച്ചിട്ട് ചാണകം മെഴുകണം മുന്നിൽ നിന്നുള്ള അജണ്ട കൊണ്ടിട്ടല്ല ഇതിനിറങ്ങി തിരിച്ചത് മക്കൾ. അതിനിടയിൽ കൂടി കയറിക്കൂടിയ കുറേ എലമെൻസുകൾ ഉണ്ട്, അതില്ല എന്ന് പറയുന്നില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള പൊളിറ്റിക്കൽ ഗാംബ്ലിങ്ങിന് വേണ്ടി അവർ കയറിയിട്ടുണ്ട്. അവരെ നിങ്ങൾ പറഞ്ഞോ, കുട്ടികളുടെ പ്രൊട്ടസ്റ്റിനിടയിൽ കയറിയിട്ട് എൻ്റെ കയ്യിലാണ് പവർ ഉണ്ടെങ്കിൽ ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ, ഇതൊക്കെ തൻ്റെ ഏത് മൈൻഡ് സെറ്റിലാണ് പറയണതെന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. കോമ്പൻസേഷൻ കുറച്ച് കൊടുക്കും, കുറച്ച് കൊടുക്കില്ല. ഇത് കോമ്പൻസേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരാൾ നീറ്റ് പരീക്ഷയുടെ പ്രശ്നം കൊണ്ടാണ് ആത്മഹത്യ ചെയ്തതെന്ന് എങ്ങനെ തെളിയിക്കും? ഒരു ചെറുപ്പക്കാരനാണ് ആത്മഹത്യ ചെയ്തതാണ്, നീറ്റ് പരീക്ഷ കഴിഞ്ഞ ഉടനെയാണ് ചെയ്തത്. പക്ഷേ സംഭവം പ്രേമനൈരാശ്യമായിരുന്നു, അല്ലെങ്കിൽ മറ്റേതെങ്കിലും നാണക്കേട് സംഭവിച്ചിരുന്നു, വേറെ ഒരു കേസിൽ പെട്ടിരുന്നു, അത് വീട്ടിലറിഞ്ഞു, അച്ഛൻ വഴക്ക് പറഞ്ഞു, അതിൻ്റെ മനോവിഷമത്തിലാണ്. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വളരെ പ്രയാസമാണ്. എടോ പത്രിക എന്ന് പറഞ്ഞാൽ തൻ്റെ ഈ സാധനം ഇപ്പം ഡിജിറ്റൽ ഫോമിൽ ഇരിക്കുകയാണ്. പണ്ട് ഈ സാധനം വല്ല കൊച്ചു പുസ്തകമായിരുന്നു, അല്ല കൊച്ചു പുസ്തകം എഴുതുന്ന പരിപാടി ചെയ്യുന്നത് എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. താൻ എത്ര കൂളായിട്ടാണ് പറയുന്നത്. 10-21 കുട്ടികൾ ഈ നീറ്റ് പരീക്ഷയുടെ റീ എക്സാമിനേഷനും കഴിഞ്ഞ് അതിൽ ഡിപ്രസ്ഡ് ആയിട്ട് പോയ ജീവനുകളാണ്. അവർക്ക് കോമ്പൻസേഷൻ ചോദിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് എ ഫെയർ തിങ്. മനസ്സിലായോ? അല്ലാതെ താനീ പറയുന്ന പോലെ അപ്പുറത്ത് പ്രേമം മൂത്തിട്ട് ഇപ്പുറത്ത് നീറ്റ് പരീക്ഷ എഴുതിയിട്ട് ആ പ്രേമം കൊണ്ട് തൂങ്ങി മരിച്ച കുട്ടികളൊന്നും അല്ല അതൊന്നും. തനിക്ക് മക്കളൊന്നുമില്ലേ? കൊച്ചുമക്കളൊന്നുമില്ല, നല്ല പ്രായമുണ്ടല്ലോ, ഇല്ലേ? അവരെക്കുറിച്ചെങ്കിലും ആലോചിച്ചുകൂടെ ഒന്ന് ഇത് പറയുമ്പോൾ? അതോ ഞാൻ പറയുന്നില്ല, മുഴുത്ത ചാണകം. ബലാത്സംഗം കൂട്ടബലാത്സംഗമായിട്ട് നടക്കും. പിന്നെ ദൈവം സഹായിച്ചാൽ അതിന് പരാതി ഉണ്ടാവില്ല. കാരണം ഈ ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന ടീമാണ്. ഈ വഴലൂർ ദിവസം കളിയാണ് അവിടെ നടക്കുന്നത് മുഴുവൻ. ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന സ്ത്രീകളുണ്ടല്ലോ, പെൺകുട്ടികളുണ്ട്. പണ്ട് പുനത്തിൽ കുഞ്ഞബ്ദുള്ള ഒരു കഥ എഴുതിയിരുന്നു. അതിൻ്റെ അവസാനം മലമുകളിലെ കുഞ്ഞബ്ദുള്ളയെ എന്നെ വന്ന് ബലാത്സംഗം ചെയ്യൂ എന്ന് ഒരു സ്ത്രീ പറയുന്നതായിട്ടാണ് കഥ അവസാനിക്കുന്നത്. അപ്പോൾ ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, പ്രത്യേകിച്ചും ഇടതുപക്ഷ, മതനിരപേക്ഷ, ജനാധിപത്യ, വർഗ, ബഹുജന, ഡിമാല, ഗുണ്ടി, ഗുണ്ടന്മാരൊക്കെ ഈ പരിപാടി, മേൽപ്പറഞ്ഞ പരിപാടികളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ്. അതുകൊണ്ട് ബലാത്സംഗ പരാതികളില്ല, പക്ഷേ ബലാത്സംഗം നടക്കും. അതിനിടയ്ക്ക് ആരെങ്കിലും ചത്തു കഴിഞ്ഞാൽ അടുത്ത രക്തസാക്ഷിയായി. രക്തസാക്ഷികൾ സിന്ദാബാദ്, പകരം ഞങ്ങൾ ചോദിക്കും ഡിങ്കിടി ഡിങ്കിൻ ഡിഗി ഡിങ് ഡിങ് ഡിങ്കിടി ഡിങ്കിൻ ഡിഗി ഡിങ്. എടാ കൊതവാദി, ഞാൻ അങ്ങനെ തന്നെ വിളിക്കുകയാണ്. നാറി, നിൻ്റെ പേരിൽ TG കൊണ്ടുപോയിട്ട് കേസ് കൊടുത്താലും എനിക്ക് വിഷയമല്ല. ജന്തർ മന്ദിറിൽ പ്രൊട്ടസ്റ്റ് ചെയ്ത കുട്ടികളൊക്കെ ഈ ഇതിന് താല്പര്യപ്പെടുന്നവരാണെന്നാണ് താൻ പറയുന്നത്. തൻ്റെ പുഴുത്ത നാവുകൊണ്ട് പറഞ്ഞു, ഞാൻ എൻ്റെ നാവുകൊണ്ട് അത് പറയില്ല. ഏറ്റവും കൂടുതൽ ലേഡീസ്, ഗേൾസ് സെക്യൂറും സേഫ്റ്റിയോടും കൂടി പോയി പ്രൊട്ടസ്റ്റ് ചെയ്തൊരു സ്ഥലമായിരുന്നു ജന്തർ മന്ദർ. അല്ല തൻ്റെ മറ്റേ സംഘത്തിൻ്റെ പരിപാടിക്ക് വന്നാൽ അവിടെ കറിപ്പിടുത്തവും അല്ലെങ്കിൽ കൂട്ടുപിടുത്തവും മറ്റേ പിടുത്തമൊക്കെ നടക്കുന്നുണ്ടാവും. അതിൻ്റെ ഉന്മാദത്തിലും ആലസ്യത്തിലും ഒക്കെ ആവും താനീ കിടന്ന് പറയുന്നത്. ഇപ്പം ഗതികോഴുകൊണ്ട് പോകാനും പറ്റുന്നുണ്ടാവില്ല, നീ ചിക്കാൻ വയ്യാത്ത അവസ്ഥയിലാണല്ലോ. അതുകൊണ്ട് ആ മനസ്സിനകത്തുള്ള ആ വൈകൃതമുണ്ടല്ലോ, ആ ഒരു വികൃതമായ സാധനം, സെക്ഷലി ഫസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു കുഴിക്ക് കാല് നീട്ടിയിരിക്കുന്ന ഒരുത്തൻ്റെ ഒരു തരം വരട്ടി ചൊറി, അതാണ് ഇപ്പം ആ നാവുന്ന് ചാടിയത്. ഞാൻ ആലോചിക്കുന്നത് ഈ തന്തേനെ പിടിച്ചു കേട്ട മക്കളൊന്നുമില്ലേടെ ഇയാൾക്ക്. ആവണ കാലത്ത് ഒരു പുണ്ണാക്കും കിട്ടാത്തതുകൊണ്ടായിരിക്കും ഇപ്പം വന്നിരുന്നിട്ട് ഈ പിഴപ്പേട് വിളിച്ച് പറയുന്നത്. വൃത്തികെട്ടവൻ. അപ്പോൾ മരിച്ചു പോയവർക്ക് ഇത് കൊടുക്കണം, കോമ്പൻസേഷൻ കൊടുക്കണം. നീറ്റ് പരീക്ഷയിൽ തോറ്റുപോയി എന്ന് പറഞ്ഞിട്ട് ഒതളങ്ങി അതിന് കെട്ടിത്തൂങ്ങി ചാകുകയൊക്കെ ചെയ്ത ആൾക്കാരുണ്ടല്ലോ, അവർക്ക് ഓരോ കോടി രൂപ ബമ്പറടിച്ച്, ഞാൻ പറയുന്നത് 10 കോടി വെച്ച് കൊടുക്കുന്നത്. റിസർവ് ബാങ്ക് ഇരിക്കുന്നു, നാസിക്കിൽ സെക്യൂരിറ്റി പ്രസ്സും ഉണ്ട്, അടിച്ചങ്ങ് കൊടുക്കുക, പല ദണ്ണമുണ്ട്, ചുമ്മാ അങ്ങ് കൊടുക്കുക. ഇനി ഈ കോമ്പൻസേഷൻ കിട്ടുമെന്ന് അറിഞ്ഞിട്ട് ബാക്ക് ഡേറ്റ് വെച്ച് ആരെങ്കിലും ആത്മഹത്യ ചെയ്യുമെന്ന് മാത്രമേ എനിക്ക് പേടിയുള്ളൂ. അല്ലെങ്കിൽ അച്ഛൻ മകനെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കി പഴയ ഡേറ്റ് വെച്ച് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഒക്കെ ഉണ്ടാക്കി 10 കോടി കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ മകനെ കൊല്ലാതിരിക്കുക.
കാലമതല്ലേ. അനിയൻ ജ്യേഷ്ഠനെ വെട്ടിക്കൊല്ലും, കപ്പലകത്തൊരു കള്ളനിരിക്കും എന്ന് കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞിട്ടുണ്ട് പണ്ടേ. പുള്ളി ഇതൊക്കെ നേരത്തെ കണ്ടറിഞ്ഞ മനുഷ്യനാണ് കുഞ്ചൻ നമ്പ്യാരൊക്കെ. നീറ്റ് പരീക്ഷയിൽ ജയിക്കുകയോ തോക്കുകയോ എന്തെങ്കിലും ചെയ്യട്ടെ, കാശിങ്ങ് പോരട്ടെ എന്ന് പറഞ്ഞിട്ടാണ്. ഇപ്പം എല്ലാവർക്കും അതാണ് ആവശ്യം. 4 സംഖ്യകൾ വന്നിട്ട് എന്ത് ചെറ്റ വർത്താനം വേണമെങ്കിലും പറഞ്ഞു എന്ന് പറയുമ്പോൾ കുനിഞ്ഞ് നിൽക്കാൻ നിൽക്കുന്ന തന്നെപ്പോലുള്ളവർക്ക് ഇങ്ങനത്തെയൊക്കെ തോന്നൽ വരുവടേ. മനസ്സിലായോ? ഇതൊക്കെ വരും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. മരിച്ചുപോയ കുട്ടികളെയും അവരുടെ ഫാമിലീനെയാണ് ഈ പരനാറി ഇവിടെ ഇരുന്നിട്ട് ഈ പച്ചയ്ക്ക് അവരാധിച്ചുകൊണ്ടിരിക്കുന്ന ഈ യൂട്യൂബ് ചാനലിൽ ഇല്ലേ? ജന്തർ മന്ദിറിൽ പ്രൊട്ടസ്റ്റ് പോയ ഓരോ സ്ത്രീകളെയാണ് ഇവൻ പറയുന്നത് പീഡനത്തിന് ഇഷ്ടമുള്ള, അല്ലെങ്കിൽ പീഡിപ്പിക്കപ്പെടാൻ ഇഷ്ടമുള്ള സ്ത്രീകളാന്നുള്ളത്. ഞാൻ പറഞ്ഞു പോവാണ്. ഇവൻ പച്ചക്കിരുന്ന് പറയുകയാണ്. അവിടെ പോയി പ്രൊട്ടസ്റ്റ് ചെയ്തവരെയും ഇന്ത്യയിൽ നമ്മുടെ ഇടയിൽ നിന്ന് പോയ ഓരോ സ്ത്രീകളെയും പുരുഷന്മാരെയുമാണ്, കുട്ടികളെയാണ് ഇവൻ ഈ വൃത്തിയോട് വിളിച്ച് പറയുന്നത്. മരണപ്പെട്ട ഓരോ കുട്ടിയെയും അവരുടെ മാതാപിതാക്കളെയാണ് ഇവൻ ഈ വൃത്തിയോട് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവനെതിരെയല്ലേ കേസെടുക്കണ്ടേ? ഇവനെതിരെ കേസെടുക്കണ്ടേ? ഇവൻ്റെ ഈ വൃത്തിയേട്ട നാക്കിനെതിരെ കേസെടുക്കണ്ടേ? ചോദ്യം ചെയ്യണ്ടേ? അത് ആരും കാണൂല. അതാണ് തെറ്റ്. ആര് ചെയ്താലും അത് ഏത് രീതിക്ക് ചെയ്താലും തെറ്റാണ്. പറഞ്ഞാൽ അത് തെറ്റാണെന്നുള്ളത് അംഗീകരിക്കാൻ പറ്റണം. അപ്പോൾ ഞാൻ പറഞ്ഞു, ജാൻമണി ചെയ്തത് 100% തെറ്റാണ്. ആ സ്റ്റേറ്റ്മെൻറ്റും ആ വർത്താനം 100% തെറ്റാണ്. പക്ഷെ സംഘപരിവാറിന് വേണ്ടി മൗത്ത് പീസ് ആവുന്ന TJ പോലുള്ള ഇങ്ങനത്തെ നാറികൾ പറയുന്നത് കൂടി നിങ്ങൾ ഓഡിറ്റിൽ വെക്കണം.